ഇത് ഇന്നലെ രാവിലെ പെങ്കൊച്ച് ചിക്കനും കൈ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ, ചിക്കൻ തോരൻ. അപ്പോൾ പോയാലോ, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഒരുപാട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് തീർക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടക്കാട്ട പീസിലൊന്നും ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് നമ്മളിങ്ങനെ കുനുകുനെ അരിഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് കുനുകുനല്ല, എന്നാലും ചെറിയ പീസായിട്ട് എടുക്കണം കേട്ടോ. ഇനി വേണ്ട നല്ല ഒന്നാന്തരം കൊച്ചുള്ളിയാണ്. എന്റെ പൊന്നെ, ഇത് കൊച്ചുള്ളി എന്ന് പറഞ്ഞൊരു മാതിരി മുതുക്കുള്ളിയായി പോയല്ലോ. കൊച്ചുള്ളിയുടെ തോല് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ പീലർ മിഷൻ എടുത്തോണ്ട് വന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ഒരു പ്രക്രിയയും കൂടെ ഉണ്ട്. അത് ചെയ്യാൻ മറന്നുപോയുണ്ട്. ഇനിയിപ്പോൾ ദേ നമ്മുടെ മെയിൻ ആയുധമായ കത്തി വെച്ചിട്ട് തന്നെ പൊളിക്കേണ്ടി വരും കേട്ടോ. ഇടയ്ക്ക് ചൂടെടുത്ത് പണ്ടാരടങ്ങിയിട്ടൊന്ന് ഫാൻ ഇടാന്ന് വിചാരിച്ചാണ്. ഇത് മാൻ പവറിൽ മാത്രം ഓടുന്ന ഫാനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിന്റെ കുടലും പണ്ടെല്ലാം പൊളിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ. എന്റെ ഫാനിന് മഴയത്ത് ഒരു അസുഖമില്ലായിരുന്നു. മുടിഞ്ഞ ചൂടത്ത് ദേണ്ട ആ ഫാനും കൂടെ കംപ്ലൈന്റ് ആയി. ഈ ഓടാതിരിക്കുന്ന വണ്ടിയൊക്കെ തള്ളി കൊടുക്കുമ്പോൾ ഓടുന്ന പോലെയാണ് എന്റെ ഫാനിന്റെ അവസ്ഥ. ഒന്ന് കറക്കി കൊടുത്തപ്പോൾ നന്നായിട്ട് ഓടുന്നുണ്ടേ. അല്ല, ഓടുന്നുണ്ടെന്നല്ല, കറങ്ങുന്നുണ്ടേ. ഇതിനിടയ്ക്ക് ഉള്ളി പൊളിക്കാൻ എന്റെ ശിഷ്യന്മാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ നന്നായിട്ട് അരിഞ്ഞു വരണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിലും എവിടെ നിന്ന് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പട്ടി പണിയെടുത്ത് ഇതിനെ അരിഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഉള്ളി വേണ്ട ഇതുപോലെ കുനുകുനെ അരിഞ്ഞുകൊണ്ട് എടുക്കണേ. എന്താണെന്നറിയില്ല, ഈ ഉള്ളി കട്ട് ചെയ്തപ്പോ കണ്ണീന്ന് വെള്ളം വരണില്ല. കണ്ണീന്ന് വെള്ളം വരാതാണ് പ്രശ്നമൊക്കെ. കണ്ണിലിട്ടൊരു കുത്തരാന്ന് പറഞ്ഞ അമ്മ നേണ്ട തേങ്ങ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ തേങ്ങ തിരുമുന്ന സമയം കൊണ്ട് പുറത്ത് അടുപ്പൊന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ച് പോയപ്പോഴാണ് എന്റെ ദൈവമേ, എന്റെ അടുപ്പിന്റെ തൊട്ട് മുകളിൽ തന്നെ സൂര്യനെ ഉദിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ചിക്കൻ തോരനാവും, പിന്നെ ഞാൻ അൽഫാമാവും കരി. അതുകൊണ്ട് നമുക്ക് ഗ്യാസിലുണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ട പൊടികൾ ഏതെന്ന് വെച്ചാൽ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. ഇനി ഗ്യാസ് കത്തിച്ച് ചൈന ചേട്ടന്മാര് കണ്ടുപിടിച്ച ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ മസാല പൊടികളെല്ലാം നന്നായിട്ട് കൊണ്ട് വറുത്തെടുക്കാമേ. എന്റെ അമ്മ ഒരു ആവശ്യമില്ലായിരുന്നു, വെറുതെ മുളക് പൊടി ഒന്ന് മണത്ത് നോക്കിയതായിരുന്നു. ഇപ്പൊ മുളക് പൊടി മണ്ടേക്കൊരു മനുഷ്യൻ ചത്തേനെ. ഇനി പൊടികൾക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാരി പറക്കി ഇട്ടോ. അവസാനം ബാത്റൂമിൽ പോകാൻ പറ്റാതിരിക്കല്ലേ. ഇനി തന്റേതല്ലാത്ത കാരണത്താൽ ദേണ്ട ഇവിടെ ആരോ തൂക്കിയിട്ട മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുക്കുക. അതിനകത്തേക്ക് ഇടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകണേ. ഇനി അതിനകത്തേക്ക് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇടുക. പിന്നെ നമ്മുടെ ഈ മസാലപ്പൊടിയില്ലേ വറുത്ത് വെച്ചിരിക്കുന്നത്, അതും കൂടെ അങ്ങോട്ട് കോരി തട്ടി കൊടുക്കണേ. കൂടുതലാണെന്ന് തോന്നിയാൽ ഇച്ചിരി അങ്ങോട്ട് മാറ്റിക്കോ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതക്കുന്നതിന് മുന്നേ ദേ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരുപാട് മഷി പോലെ നമ്മളിങ്ങനെ അരച്ചെടുക്കാൻ നിൽക്കരുത്. തോരത്തിനായോണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി എണ്ണ ചൂടാവുമ്പോൾ ദേ കടുക് പൊട്ടിക്കണം. ഇതിന് കടുക് വേണമെന്നാണെങ്കിൽ ഇത് തോരനല്ലേ, അതുകൊണ്ട് മസ്റ്റായിട്ടും കടുക് വേണം കേട്ടോ. എന്റെ തമ്പുരാൻ ഇപ്പൊ വീട് മൊത്തത്തിൽ നിന്ന് കത്തിയെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങി ഒരു ഓട്ടം ഓടിയത്. അങ്ങനെ എണ്ണയിലേക്ക് കടുവയല്ലട്ട കടുകും കറിവേപ്പില ഇട്ടതിന് ശേഷം ദേ നമ്മുടെ കൊച്ചുള്ളി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി കൊച്ചുള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. ഇനി അടുത്തത് ലവ്മാരുടെ വരവാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം മൂത്തൊരു പ്രത്യേക മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുമ്പോൾ ദേ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അവസാനം വൃത്തികേടാവാതിരുന്നാൽ മതിയെന്ന് അമ്മ. ഇനി ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ചതച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കണേ. എന്റെ ദൈവം, ഇത് ഏതോ കുടിയനായിട്ടുള്ള കോഴിയായിരുന്നു തോന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചപ്പോൾ നിറയെ വെള്ളം. ഇനി ഇച്ചിരി എന്നാ മൂടി തുറന്നു വെച്ചെന്ന് വേവിക്കണേ, വെള്ളം പറ്റാൻ. അതിനുശേഷം നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നന്നായിട്ട് ഇളക്കി മറിച്ച് എല്ലായിടത്തും അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തോ. ഈ ടൈമില് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ സെറ്റ് മക്കളെ, സെറ്റ്. ആ പറഞ്ഞ ഐറ്റം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ചിക്കൻ തോരൻ. നാടൻ കോഴിയാണെങ്കിൽ അടിപൊളിയാണേ. ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് പുഴുങ്ങി അത് കടുക് വറുത്തെടുത്താൽ നമ്മുടെ നാടൻ കപ്പയും അതിന്റെ കൂടെ നല്ല അടിപൊളി കട്ടൻ ചായയും പിന്നെ അതേണ്ട ചിക്കൻ തോരനും കേട്ടോ. ശീതുടേ ആദ്യമേ ഒരു പീസ് ചിക്കനും കൈ പിടിച്ചോണ്ടിരിപ്പുണ്ടേ. കൂടാതെ മത്തടിച്ച് മതത്തിനാവാതിരിക്കാൻ നല്ല അടിപൊളി നാരങ്ങ അച്ചാറും എല്ലാം അതിലുള്ളത് തന്നെ. ചേട്ടാ നീ അതിന് എടുത്തോളൂ കേട്ടോ. അമ്മേരൊന്നും അങ്ങനത്തെ നല്ല അടിപൊളി ചിക്കൻ തോരനും കപ്പ പുഴുങ്ങി കടുക് വറുത്തും കൂടെ ചേർത്ത് നമ്മൾ ഇതേ ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ പോവാണ്. ആർക്കേലും വേണമെങ്കിൽ ഓടി വായോ കേട്ടോ. ഇതെല്ലാം കൂടെ വാഴയിലയിൽ തട്ടിയിട്ട് ഇതേ കുടുംബസമയത്ത് ഇങ്ങനെ വളഞ്ഞിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബും പ്രത്യേക ടേസ്റ്റുമാണേ. നല്ല ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് ഇവിടെ നല്ല മുളക് വറുത്തത് അമ്മയ്ക്ക് കഴിക്കാൻ വയ്യ. കഴിക്കാൻ വയ്യ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ തോരന്റെ റെസിപ്പി ഇട്ടേക്കുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മളോട് പറയണേ. ഇനി വേണ്ട കുടിക്കാൻ പാകത്തിന് ചൂടുള്ള നല്ല അടിപൊളി കട്ടൻ ചായ കൂടെ ആകുമ്പോൾ ആ ഒരു വൈബ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.